ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീനൂട്ടിയുടെ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, മന്ത്രി ഒപ്പിട്ട പേപ്പർ. ആ പേപ്പർ ദേവിയുടെ കൈ കിട്ടുകയാണ്. ഇംഗ്ലീഷ് പോയിട്ട് മലയാളം പോലും നേരെ ചൊവ്വേ വായിക്കാൻ അറിയില്ലാത്ത നമ്മുടെ ദേവിയുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഏതായാലും ഇന്ന് ആ പേപ്പറിന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകും. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഒരു സമാധാനവും ഇല്ല നമ്മുടെ ദേവിക്ക്. മോളിലാണ് ആനന്ദ് കിടന്ന് ഉറങ്ങിയത്. അങ്ങനെ അതിരാവിലെ തന്നെ ദേവിയുടെ അമ്മ വിളിച്ചിട്ട്, മോളെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, ഇങ്ങനെ വിട്ടുകൊടുത്ത ഒരു പ്രാവശ്യം വിട്ടുകൊടുത്താൽ മതി, ആണുങ്ങൾ നമ്മുടെ തലയിൽ കയറി കിടന്നുറങ്ങും. അതുമാത്രമല്ല, നീ ഒരു കാര്യം ഓർത്തോണം, സാരി തുമ്പിൽ കെട്ടിയിടണം നീ ആനന്ദിനെ. നിനക്കിതൊന്നും അറിയത്തില്ല, പിന്നെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ, നീ വരച്ച വരയിൽ നിർത്താൻ നീ പഠിക്കണോടി, നീ അമ്മയുടെ മോളല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം, അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ കുറേ തവണ വിളിച്ചത് അമ്മ, എന്നിട്ടൊന്നും ഇറങ്ങി വന്നില്ല. ഇനി നീ ഇറക്കി വരുത്തണം, നീ ഇല്ലാതെ അവന് കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാവണം, നീ അടുത്ത് എപ്പോഴും വേണം എന്നുള്ളൊരു ചിന്ത വേണം. അങ്ങനെ വേണോടി ആണുങ്ങളെ കയ്യിലെടുക്കാന്, എന്നിട്ട് വേണം നീ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാന്. അറിയാലോ, സ്നേഹമുള്ള മരുമകളായിട്ട് നിന്നില്ലെങ്കിലേ നിന്റെ സ്ഥാനം അവിടെ ഔട്ടാകും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അത് പിന്നെ അമ്മേ, ഞാൻ പരമാവധി എല്ലാത്തിനും ശ്രമിക്കുന്നുണ്ട്. പരമാവധി അല്ല, എക്സ്ട്രീം ലെവൽ കഴിഞ്ഞു പോണം. നീ എല്ലാം നേടിയെടുക്കണം. നീ ആയിരിക്കണം അവിടെ എല്ലാവരുടെയും മനസ്സിൽ ഒന്നാം സ്ഥാനക്കാരി. എങ്കിൽ മാത്രമേ നിനക്ക് അവിടെ പിടിച്ചു നിൽപ്പുള്ളൂ. സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ഇതൊക്കെ എല്ലാം നേടിയെടുക്കാൻ നോക്കിക്കോ എൻ്റെ പൊന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ദേവി ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും നേരം വരവരാ വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിത്ര എണീക്കുന്നില്ല. മീനൂട്ടി, എടി മിത്ര എണീക്കും, മിത്ര എത്ര നേരമായില്ലേ, എടി സമയം ഇത്ര ആയിടി, എണീക്കിടി എന്ന് പറഞ്ഞു ഭയങ്കര വിളി. എന്ത് ചെയ്താൽ മിത്ര എണീക്കുന്നില്ല, ഇച്ചിരി നേരമല്ല കിടക്കാൻ ചേച്ചി, ബാ ചേച്ചി എന്ന് പറഞ്ഞ് നമ്മുടെ മീനുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നോക്കുമ്പം, ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലെ നീ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നോക്കുകയാണോ? അതൊക്കെ ഓർത്തിട്ടായിരിക്കും നിനക്ക് എണീക്കാൻ തോന്നാത്തത്. എന്താ മീൻ ചേച്ചി പറയുന്നത്? അത് പിന്നെ എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നു ഇന്ന് കിടന്നുറങ്ങാന്. അതും ചേച്ചി കൂടെ ഉള്ളപ്പം എന്തോ ഒരു ഫീല്. എന്തോ കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ ചേച്ചിമാരായിരുന്നെന്നാ തോന്നുന്നത്. ഈ ജന്മത്തിലും എൻ്റെ ചേച്ചി ചേച്ചി തന്നെ, അടുത്ത ജന്മത്തിലും എൻ്റെ ചേച്ചി ചേച്ചി തന്നെ ആയിരിക്കണം. നമ്മൾ ഒരേ കൂടപ്പിറപ്പ് പോലെ ആയിരിക്കണം. ഒരു വയറ്റില് ഒരമ്മയ്ക്ക് ഒരു വയറ്റിൽ പെറ്റ കൂടപ്പിറപ്പ്. അതുപോലെ ആയിരിക്കും നമ്മൾ അടുത്ത ജന്മത്തിൽ ജനിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഈ ജന്മത്തിലും അതുപോലെ തന്നെയല്ലേ. 2 വയറായി പോയെന്നല്ലേ ഉള്ളൂ. നീ എൻ്റെ കൂടപ്പിറപ്പല്ലേടി മിത്രേ, നീ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ, എന്ന് നീ എൻ്റെ കൂടപ്പിറപ്പ് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ മീന് പറയുകയും ചെയ്തു, എനിക്ക് പണ്ടേ അറിയായിരുന്നു ആര്യനും നീ തമ്മിൽ വിവാഹം കഴിക്കുന്നത്. ഞാനത് ആകാശിനോട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ അതെങ്ങനെ മീനു അടുത്തേക്ക് അറിയാം? അതൊക്കെ എനിക്കറിയാം. അതാ ഈ മീനു അടുത്തിയുടെ ഒരു മാജിക്ക്. അതെ, എണീറ്റ് മര്യാദയ്ക്ക് ഇങ്ങ് വന്നേ, ബബ ബബ എന്ന് പറഞ്ഞ് നമ്മുടെ മിത്രേനെ ഒരു വിധത്തിൽ തള്ളി തള്ളി നീക്കിക്കൊണ്ട് പോവാം. അപ്പൊ ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ ഗോമതി അടുക്കള ചായയൊക്കെ ഇട്ടോണ്ടിരിക്കുക. അതെ എൻ്റെ അമ്മായിയമ്മേ, ഞങ്ങൾക്കൊരു കോഫി. പല്ല് പോലും തേക്കാതെ വന്നിട്ട് കോഫിന്നോ? ഓഹോ, അത് കൊള്ളാലോ. ഓരോ വീട്ടിലെ മരുമക്കൾമാര് രാവിലെ എണീറ്റ് കയറി അമ്മായിയമ്മയ്ക്ക് കോഫി കൊണ്ട് കൊടുക്കുമ്പം ഇവിടെ എൻ്റെ മരുമക്കള് എനിക്ക് കോഫി തായേ എന്നും പറഞ്ഞ് വന്ന് നിൽക്കാൻ നാണമില്ലേടി നിങ്ങൾക്ക്? അത് പിന്നെ ഞങ്ങളുടെ പൊന്നാര അമ്മായിയമ്മയുടെ അടുത്തല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ, അല്ലാതെ വേറെ എവിടെ ചെന്നാലും ഇത് നടക്കൂ? ഞങ്ങളുടെ പൊന്നാര അമ്മായിയമ്മയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനും അങ്ങ് കൊഞ്ചാനും തുടങ്ങി. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ദേവി വരുന്നത്. അപ്പൊ ദേവി വന്നപ്പോഴത്തേക്കും, അതെ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഇന്നലെ ആകാശും ആനന്ദേട്ടനും ആര്യനും ഒക്കെ മാമന്റെ ഒപ്പം കിടന്നുറങ്ങിയത് നിങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നോ? അത് പിന്നെ ആണോ ദേവിയെടുത്തി? അതേന്നേ. അങ്ങനെയൊന്നും കിടന്നിറങ്ങാൻ പാടില്ല. അങ്ങനെയൊക്കെ കിടന്നുറങ്ങുമ്പോഴാ പല ചിന്തകൾ മനസ്സിൽ കയറുന്നത്. വലിക്കണം, കുടിക്കണം, പല 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 ചീത്ത ചിന്തകൾ മനസ്സിൽ കയറും. അത് ശരിയാവോ? അങ്ങനെ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം പറയാട്ടോ അമ്മേ, അമ്മയ്ക്ക് വിരോധമൊന്നും തോന്നരുത്. അമ്മേ, ആര്യനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മര്യാദയ്ക്ക് നിർത്തണം. ഒന്ന് ഓർത്ത് നോക്കി, ആദ്യം 1 പെക്ക് 2 പെക്ക്, പിന്നെ അങ്ങ് കൂടിക്കൂടി വരും. പക്ഷെ ഇന്നലെ അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. അതെന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇന്നലെ അവന് നല്ല മണം ഉണ്ടായിരുന്നു. അവൻ ഇന്നലെ ഭാരതം എന്ന് പറഞ്ഞത് തന്നെ എനിക്ക് സ്മെല്ലടിച്ചു, ഡൗട്ട് അടിച്ചു, മൊത്തം അടിച്ചു. എന്തായാലും എൻ്റെ പൊന്നു ദേവിയെടുത്തി എന്ത് ചതിയാ ദേവിയെടുത്ത് ചെയ്തത്? ഞാനൊരു കാര്യം പറയാലോ, ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ദേവിയെടുത്തി ഉണ്ടാക്കരുത്. ദേവിയെടുത്ത് എന്തിനിങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്? ബാലച്ചനോട് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ?
അയ്യോ 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 അയ്യോ, എന്റെ ഭഗവതിയെ, ബാലച്ചനോട് പറയാതെ എന്താ മീനൂട്ടി ഈ പറയുന്നത്? ഇത്രേ കേട്ടോ, നിന്റെ ഭർത്താവിനെ നിയന്ത്രിക്കേണ്ടത് നീയാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നും എനിക്കില്ല. പക്ഷെ ഈ വീട്ടിലെ എല്ലാവരും എന്റെ സഹോദരനും എന്റെ മക്കളും ഒക്കെ പോലെ തന്നെയാ. അതുകൊണ്ട് പറയേണ്ടത് കാര്യം ഞാൻ തുറന്നു പറയും, ചെയ്യേണ്ട കാര്യം ഞാൻ തുറന്നങ്ങോട്ട് കാട്ടുകയും ചെയ്യും. ആ, അല്ലെങ്കിൽ പിന്നെ എന്താ ഈ കുടുംബത്തിലെ മരുമകളാന്ന് പറഞ്ഞിരുന്നിട്ട് ഇത്ര വിലയിരിക്കുന്നത്? എനിക്കറിയാം, അമ്മമാർക്ക് എല്ലാവർക്കും മക്കൾ പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മയ്ക്കും ആര്യം പെർഫെക്റ്റ് തന്നെയാ. പക്ഷേ ഒരു കണ്ണ് വേണേ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ മിത്ര പറഞ്ഞത്, ആ അത് ശരി, അമ്മമാർക്കെല്ലാം മക്കൾ പെർഫെക്റ്റ് ആയിരിക്കും. ദേവിയെടുത്തിയുടെ അമ്മയ്ക്ക് ദേവിയെടുത്തി പെർഫെക്റ്റാ. പക്ഷേ മറ്റുള്ളവർക്ക് അത് പെർഫെക്റ്റ് ആണെന്ന് തോന്നണ്ടേ? ആഹാ, അതെന്താ അതെന്താ മിത്ര നീ ഇപ്പൊ അങ്ങനെ ഒരു കുത്തു വർത്താനം പറഞ്ഞത്? ഞാൻ എന്താ പെർഫെക്റ്റ് അല്ലേ? അപ്പൊ മീനു പറഞ്ഞു, അയ്യോ, എൻ്റെ ദേവിയെടുത്തി പെർഫെക്റ്റാ, 100% പെർഫെക്റ്റ് തന്നെയാ. പിന്നെ സുന്ദരിയാ, അതിന് വേറെ ആരും വെല്ലാനില്ല. ഓഹ്, എന്തൊരു സൗന്ദര്യ എന്റെ ദേവിയെടുത്തിനെ കാണാന്! ഈ മുടിയോ, ആ, എന്റെ സൗന്ദര്യം എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയതാ. മുടിയെ എനിക്ക് അച്ഛനിൽ നിന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി അങ്ങോട്ട് തുടങ്ങി കേട്ടോ. അതിൽ ദേവീനെ ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ദേവിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും ഈ സമയത്ത് നമ്മുടെ മിത്ര പറയുന്നുണ്ട്, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യുക, ദേവിയടുത്ത് പോയി പറയാനൊന്നും നിൽക്കേണ്ട ബാലച്ചനോട്, അവര് മേളിലാ കിടന്നെന്ന്. ഏയ്, ഞാൻ പറയാനോ? ഓ, ഞാൻ പറയത്തൊന്നുമില്ല എന്നും പറഞ്ഞ് അങ്ങ് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ബാലന് ഉഴുന്നുവടയൊക്കെ പോയി ഇങ്ങനെ ഓടാനൊക്കെ രാവിലെ ജോഗിങ്ങിനൊക്കെ പോയിട്ട് ഉഴുന്നുവടയൊക്കെ മേടിച്ചോണ്ട് വരികയാണ്. അപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോൾ, അയ്യോ, ഇതെന്താ ബാലച്ചു, ഉഴുന്നുവടയോ? ആ, ഞാനിന്ന് രാവിലെ ഇങ്ങനെ ജോഗിങ്ങിന് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും മേടിച്ചോണ്ട് വരും. ഓ, സത്യമായിട്ടും അച്ഛനൊരു പ്രതിഭാസം തന്നെയാട്ടോ. അച്ഛനെ കാണുമ്പോഴേ, ബാലച്ചനെ കാണുമ്പോഴേ എനിക്ക് അത്ഭുതം തോന്നുക. ഓ, എന്താ നല്ല ക്യാരക്ടർ ബാലച്ചൻ്റെത്. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ബാലച്ചൻ പറയുന്ന ഒന്നും മക്കൾ അനുസരിക്കുന്നില്ല. ആരാ ഞാൻ പറയുന്നത് അനുസരിക്കാത്തത് ദേവി? അത് പിന്നെ ഇന്നലെ ആനന്ദേട്ടനും അതുപോലെ ആര്യനും ആകാശൊക്കെ ടെറസിന്റെ മണ്ടയിലാ കിടന്നത്. അങ്ങനെ ടെറസിന്റെ മണ്ടയിൽ കിടക്കാൻ പാടില്ല. അപ്പോഴാ കുടിക്കണം വലിക്കണം എന്നൊക്കെ തോന്നുന്നത്. ഓ, അത് ശരിയാ. ഏതായാലും ഞാൻ പറയാം, ഞാൻ അവരെ പറഞ്ഞ് നിയന്ത്രിച്ചോളാം. ആ വഴിയാണ് അപ്പം ദേ നമ്മുടെ ആര് വന്നത്, ആര്യൻ വന്നത് തലകണയൊക്കെ ആയിട്ട്. ആര്യനെ കണ്ടതും, എടാ ആര്യ, നിന്നോട് ആരാ പറഞ്ഞ ടെറസിന് മണ്ടേ കിടക്കാൻ? നിനക്ക് നീ കിടന്നാ പോരെ, എന്തിനാ ബാക്കിയുള്ളവരും കൂടെ നീ ടെറസിന് മണ്ടേ കൊണ്ട് കിടത്തുന്നത്? അതിന്റെ വല്ല കാര്യമുണ്ടോ? ആനന്ദിനെയും ആകാശിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് നീ നിന്നെ പോലെ വഴിതെറ്റിക്കാൻ നോക്കുകയാണോ? ആകെ അവരേ ഉള്ളൂ, ഇനി അവരെയും കൂടെ വഴിതെറ്റിക്കാൻ നോക്കിക്കോ. എന്റെ പൊന്നച്ഛ, ഞാൻ ആരെയും വഴിതെറ്റിക്കാൻ നോക്കുന്നില്ല. ഞാനേ എടുത്തോണ്ട് കിടത്താൻ അവര് കുട്ടികളൊന്നും അല്ല. അവര് വന്ന് കിടന്നതേ അത് അവരോട് ചോദിക്കണം, അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടത്. പലരും പറയുന്ന പരദൂഷണവും മേഷണിയൊക്കെ കേട്ട് ഓരോന്ന് അച്ഛൻ ചെയ്യ് എന്നും പറഞ്ഞിട്ട് അങ്ങ് പോയി ദേവീനെ നോക്കിട്ട്. അപ്പൊ ദേവി, അയ്യോ, ഇത് ആര്യൻ എന്നെ കുത്തി പറഞ്ഞതല്ലേ അച്ഛാ, ഇത് ആര്യൻ എന്നെ കുത്തി തന്നെ പറഞ്ഞതാ. ഏയ്, മൂക്ക് തോന്നിയതായിരിക്കും, അങ്ങനെയൊന്നും അല്ലെന്നേ. അല്ലല്ലല്ലല്ല, അത് കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവും, ആ റൂട്ട് എനിക്ക് മനസ്സിലാവും. എന്റെ ഭഗവതിയെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞതും കാലൊരൊറ്റ ഇടി കസേരക്ക് ഇട്ടിട്ട് അപ്പെന്നും പറഞ്ഞതേ താഴെ പോയി. ആര്? നമ്മുടെ ദേവി. എൻ്റെ അമ്മോ, എൻ്റെ മുട്ടേ, ഹോ, ഇതുകൊണ്ടൊക്കെ പ്രാക്കാണെന്നാ തോന്നുന്നത്. എൻ്റെ മുട്ട് പോയി, ആര്യനിപ്പോ പ്രാഗിട്ട് പോയതായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീക്കുകയാണ്. ഒന്ന് പതുക്കെ എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ആ ഒരു സമയത്ത് നമ്മുടെ മിത്രേനെ കാണിക്കാനായിട്ട് ആ ഒരു മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ എടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് മിത്ര കണ്ടിട്ട് മിത്രയ്ക്ക് ഭയങ്കര അത്ഭുതമായി പോയിട്ടോ. ഗവൺമെന്റ് ജോലിക്കാരുടെ ഒരു പവറേ, മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ വരെയല്ലേ കൈ വരുന്നത്. പക്ഷെ മീനൂട്ടി ആ പേപ്പർ അങ്ങ് എടുത്ത് വെക്കാൻ മറന്നുപോയി, ടേബിളിൽ വെച്ചേക്കുമായിരുന്നു. എന്ത് ചെയ്തു? ഈ പേപ്പർ പറന്ന് താഴെ പോയി. നമ്മുടെ ദേവി വീണപ്പോ പേപ്പറും കണ്ടു. ദേവി എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ്. ഈസും മാസും ഒക്കെ നമ്മുടെ രേവതിയല്ല ദേവി കാണുന്നുള്ളൂ. ദേവിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേവി, ഓ, എൻ്റെ മുട്ടേ, ഇതെന്താ ഈ പേപ്പറൊക്കെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? ഇതെന്താ ബാലച്ചൻ്റെ ആണോ, കടയിലെ കണക്ക് വല്ലതും ആണോ എന്നും പറഞ്ഞ് ബാലനെ കൊണ്ട് കാണിക്കാം. അങ്ങനെ ബാലൻ ഈ പേപ്പർ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. ബാലൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ, ബാലന് വല്ലതും മനസ്സിലാവൂ? ബാലൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെ. കണ്ണങ്ങോട്ട് തുറന്നു നോക്കുന്നു, ചരിഞ്ഞു നോക്കുന്നു, പൊടിച്ചു നോക്കുന്നു. ബാലന് വല്ലതും പിടികിട്ടുമോ? ഒന്നും പിടികിട്ടില്ല. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അത് വേറെ വല്ല ആവശ്യമില്ലാത്ത പേപ്പറാന്നും പറഞ്ഞ് മിക്കവാറും തീ പിടിപ്പിക്കാനായിട്ട് നമ്മുടെ ദേവി കൊണ്ട് അടുപ്പിലെങ്ങാനും ഇട്ടാൽ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ വന്ന് മീനാക്ഷയുടെ കട്ട പുകയാവും. മീനാക്ഷ മിക്കവാറും എന്താ പറയുക, സസ്പെൻസ് കിട്ടി വീട്ടിൽ ഇരിക്കേണ്ട വരും. ഇപ്പം ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇപ്പം എല്ലാവരും കാത്തിരിക്കാം. അപ്പം അടുത്ത വിശേഷവുമായിട്ട് വരാട്ടോ. അപ്പം നമ്മൾ ഇന്നലെ ഗോമതിയുടെയും ബാലൻ്റെയും കഥ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷം ഇട്ടപ്പം ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു 2 ദിവസമായിട്ട്. അപ്പം അതുകൊണ്ടായിരുന്നു നമ്മൾ കണ്ടിന്യൂസ്ലി ആയിട്ട് ഇത് ഇടാതിരുന്നത്. അപ്പം ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് ഈ ഹോസ്പിറ്റൽ കേസ് അല്ലാതെ വേറെ എന്ത് കേസിനും ഞാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക്
കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്നും വീഡിയോ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ. ഈ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴാണ്, പറ്റാതെ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞ് കാണാതെ ഒന്നും ഇരിക്കല്ലോ കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കണം. ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ വർഷം പോക്കാന്നാണ് തോന്നുന്നത്. എനിക്കായി, മക്കൾക്കായി, ഹസ്ബൻഡിനായി, അങ്ങനെ ഓരോരോ മാസം ഓരോരോ ഹോസ്പിറ്റൽ കേസാണ്. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.